സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമാണ്. പ്രതിസന്ധി നേരിടാൻ വാർ റൂം ആരംഭിച്ച സംസ്ഥാന സർക്കാർ സിലിണ്ടറുകൾ നൽകാനുള്ള മുൻഗണനാ സ്ഥാപനങ്ങളുടെ പട്ടിക പൊതുവിതരണ വകുപ്പ് ഓയിൽ കമ്പനികൾക്ക് കൈമാറും. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും നടക്കാനുള്ള സാധ്യത കണ്ടെത്തി തടയാൻ കർശന പരിശോധനയുമായി ഭക്ഷ്യവകുപ്പും വരുന്നു. അതേസമയം കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു. സുനുഷ എല്ലൂർ തിരുവനന്തപുരത്ത് നിന്നും, അഖിൽ കോട്ടയത്ത് നിന്നും, ഷാബാസ് അഹമ്മദ് കൊച്ചിയിൽ നിന്നും തത്സമയം ചേരും. ആദ്യം അഖിലിലേക്ക്. ഗുഡ് മോർണിംഗ് അഖിൽ. സർവകലാശാലകളുടെയും പല സ്കൂളുകളുടെയും ഒക്കെ ഹോസ്റ്റലുകൾ അടച്ചു തുടങ്ങി എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ തന്നെ കൊടുത്തിരുന്നതാണ്. പലയിടത്തും ഗ്യാസ് കിട്ടാത്ത അവസ്ഥയായി കഴിഞ്ഞു. ക്യാൻറ്റീനുകളിൽ മുന്നറിയിപ്പുകൾ നൽകിക്കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. പല സർവകലാശാലകളിലെയും ഹോസ്റ്റലുകൾ പൂട്ടുന്ന വക്കിലാണ്. പക്ഷേ പരീക്ഷയൊക്കെ നടക്കുന്ന സമയമാണ്. അവർ മറ്റു വഴി കണ്ടെത്തേണ്ടി വരും. എന്താണ് MG സർവകലാശാലയിലെ അവസ്ഥ? അവിടെ ഹോസ്റ്റൽ ഗ്യാസ് ഉണ്ടോ, അതോ ഗ്യാസ് അവസാനിച്ച് ബദൽ വഴി തേടാൻ പോവുകയാണോ? ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരൊക്കെ കൂടി ഈ വിറകൊക്കെ കീറി ഇനിയിപ്പം സ്വന്തം ആയിട്ട് പാചകം ചെയ്ത് കഴിക്കേണ്ടി വരുമോ അഖിൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഗ്യാസിന്റെ പ്രതിസന്ധി അത് വലിയ രീതിയിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് MG സർവകലാശാലയാണ്. ഇവിടെ ഒരു ബദൽ മാർഗം എന്ന നിലയ്ക്ക്, അതായത് യൂണിവേഴ്സിറ്റിയുടെ സഹായമുണ്ട് എന്നുള്ളതാണ് വിറകൊക്കെ കൊണ്ടുവന്നത്. ഇപ്പോൾ താൽക്കാലികമായി ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് ഈ പഴയ ബെഞ്ചിന്റെയും അതുപോലെ തന്നെ പട്ടിക കഷ്ണങ്ങളും അങ്ങനെ ഈ കഴുക്കോലും വാതിലിന്റെ കാര്യങ്ങളും ഒക്കെയാണ്. വിറക് അപ്പുറത്ത് എത്തിയിട്ടുണ്ട് എന്നവർ പറയുകയും ചെയ്തിട്ടുണ്ട്. സർവകലാശാലയുടെ സഹായത്തോടുകൂടി കുറച്ച് വിറക് കൊണ്ടുവന്നത്. പക്ഷേ ഇത് എത്രത്തോളം, അതായത് ഒരാഴ്ചക്കുള്ള വിറകൊക്കെ ഇവരെ കൈവശമുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത ഇല്ലാത്തത്. നിലവിൽ ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു സജ്ജീകരണത്തിനായിട്ട് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടാർപ്പായും അതുപോലെ തന്നെ ഈ ഷീറ്റൊക്കെ കെട്ടി ഒരു താൽക്കാലിക മറയൊക്കെ സൃഷ്ടിക്കാൻ ശ്രമവും നടക്കുന്നുണ്ട്. അതും ഇതുപോലെ പഴയ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് സർവകലാശാല സഹായമുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഹോസ്റ്റലിന്റെ ചുമതലയുള്ള ആളുകളൊക്കെ നമുക്കിപ്പം ഉണ്ട് എന്നുള്ളതാണ്. അവർക്കൊരു ആശങ്കയുണ്ട്. കാരണം ഇത് എത്ര ദിവസം പോകും? കാരണം ഇവിടെയുള്ളത് 6 ഹോസ്റ്റലുകളാണ്. 6 ഹോസ്റ്റലുകളായിട്ട് 700-ലധികം വിദ്യാർത്ഥികളാണ് ഈ മെസ്സിനെ ആശ്രയിച്ച് കഴിയുന്നത് എന്നുള്ളതാണ്. ഈ നോമ്പ് സമയമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രത്യേകത, അതായത് 5 നേരമാണ് ഇവിടെ ഇപ്പോൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ നോമ്പ് തുറക്കുന്നതിന് മുൻപ് കൊടുക്കും, പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ച് ഉണ്ട്, അത് കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണമുണ്ട്, പിന്നീട് ഡിന്നറുമുണ്ട്. അങ്ങനെ 5 നേരം ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 നേരവും ഈ ഗ്യാസ് ഇല്ലാതായതോടുകൂടി ഈ ഇത്തരത്തിൽ അടുപ്പിലാണ് ഇപ്പോൾ ഒരു 3 ദിവസമായി പാചകം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇവരോടൊക്കെ തന്നെ ചോദിച്ച് തുടങ്ങാം എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പോൾ സംസ്ഥാനത്ത് പകുതിയോളം ഹോട്ടലുകളും ഹോസ്റ്റലുകളും അടച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി വിദ്യാർത്ഥികളെ ബാധിക്കരുത് എന്നുള്ള തീരുമാനത്തിൻ്റെ SFI നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ്റെയും യൂണിറ്റ് കമ്മിറ്റിയുടെയും തീരുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ 3 മെസ്സുകളിലും ഇത്തരത്തിൽ അടുപ്പ് കൂട്ടിക്കൊണ്ടുള്ള മെസ്സിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമുക്ക് വിറകുകളും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ചെയ്തു തന്നിട്ടുള്ളത്. ഇതിലേക്ക് പോയില്ലെങ്കിൽ പക്ഷെ അടക്കേണ്ട സാഹചര്യമായിരുന്നല്ലേ ഗ്യാസ്? അതെ അതെ, 3 മെസ്സുകളിലും ഒരുമിച്ച് ഗ്യാസ് തീരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ പോരാത്തതിന് ഇപ്പോൾ ഒരു റമളാൻ മാസം ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ മെസ്സും കൂടി നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നിർത്തലാക്കാത്ത രീതിയിലാണ് ഇപ്പോഴും മെസ്സിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. എത്ര ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്? നമുക്ക് നിലവിൽ ഒരാഴ്ചത്തേക്കുള്ള വിറകുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഈ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ ആ സമയത്ത് നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. ഒരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടോ ഇത് മൊത്തത്തിൽ? എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. പക്ഷേ ചെറുപ്പക്കാരൊക്കെ അഖിലേ ഫുഡൊക്കെ മുടക്കി കുത്തി അങ്ങ് ഇറങ്ങാൻ പറഞ്ഞാൽ മതി. അവിടെയൊക്കെ ഒരുപാട് ചുള്ളിക്കമ്പുകളും വിറകും ഒക്കെ ഉണ്ടാവും. കൊണ്ടുവരുന്ന വിറകൊക്കെ കീറിയൊക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യം. അതൊക്കെ സർവകലാശാലകളിൽ കുറച്ചുകൂടി എളുപ്പമാണ്. കാര്യം ചെറുപ്പക്കാരുണ്ടല്ലോ, അധ്വാനിക്കാൻ ശേഷിയുള്ള ചെറുപ്പക്കാരുള്ള ഹോസ്റ്റലിൽ അതൊന്നും പ്രശ്നമല്ല. വിറക് വഴിയൊക്കെ അത് നടപ്പിലാക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നഗരങ്ങളിലുള്ളവർക്കാണ്. താങ്ക് യു അഖിൽ.